സഹോദരങ്ങളെ, ധാരാളമായി സ്വലാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ വർദ്ധിപ്പിക്കണം. ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം. സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ പിശുക്ക് കാണിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. എൻ്റെ പേര് കേട്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തവൻ പിശുക്കനാണ്. ആ പിശുക്കന്മാരിൽ ഞാനും നിങ്ങളും ഉൾപ്പെടരുത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അതിന് പുറമെ രാവിലെയും വൈകുന്നേരവും അവസരങ്ങൾ അദ്കാറിൻ്റെയും ദുആൻ്റെയും സന്ദർഭത്തിൽ എത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നുവോ അത്രയും സ്വലാത്ത് വർദ്ധിപ്പിക്കുക. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, ദുആയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ എത്രയാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടത്? ഉദാഹരണത്തിന് 1 മണിക്കൂർ ദുആ ആണെങ്കിൽ അതിൽ ഏകദേശം എത്ര സമയം ഞാൻ സ്വലാത്തിന് വേണ്ടി ചെലവഴിക്കണം? അദ്ദേഹം 4/1 പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, വളരെ ഖൈർ, വർദ്ധിപ്പിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു. എങ്കിൽ പകുതി എന്ന് പറഞ്ഞു. വളരെ ഖൈർ, വർദ്ധിപ്പിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു. എന്നാൽ 4/3 സ്വലാത്ത്. പ്രവാചകൻ പറഞ്ഞു, വളരെ ഖൈർ, പക്ഷേ വർദ്ധിപ്പിച്ചാൽ നല്ലതാണ്. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ചില സമയങ്ങളിൽ സ്വലാത്ത് മാത്രം, 100ക്ക് 100 സ്വലാത്ത് മാത്രം. മാ ശിഅത വഇൻ സിദ്ത ഫഹുവ ഖൈറുൻ. ഖാല യാ റസൂലല്ലാഹ് അജ്അലുഹാ കുല്ലുഹാ ലക്. മുഴുവൻ സ്വലാത്താക്കിക്കോട്ടെ നബിയെ, എൻ്റെ ദുആ മുഴുവൻ സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ തുക്ഫാ ഹമ്മക് വയുഗ്ഫറു ലക ദംബക്. എങ്കിൽ നിന്റെ എല്ലാ ഉത്കണ്ഠകൾക്കും പ്രശ്നങ്ങൾക്കും സങ്കടങ്ങൾക്കും പരിഹാരമാകും. നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. സങ്കടങ്ങൾ, വിഷമങ്ങൾ, ആങ്സൈറ്റി, അങ്ങനെ തുടങ്ങി എന്തൊക്കെയുണ്ടോ എല്ലാറ്റിൽ നിന്നും സംരക്ഷണം സ്വലാത്തിലൂടെ ലഭിക്കുന്നു. അതുകൊണ്ട് ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സംരക്ഷിക്കുമാറാകട്ടെ. ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വെച്ചു പുലർത്തുന്ന അടിമകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചു, ഞങ്ങൾ നോമ്പ് നോറ്റു. നീ ഞങ്ങളോട് കൽപ്പിച്ചു, ഞങ്ങൾ രാത്രിയിൽ നമസ്കരിച്ചു. നീ ഞങ്ങളോട് കൽപ്പിച്ചു, കഴിവിൻ്റെ പരമാവധി നിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ. ചെറുതും വലുതുമായി ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള അബദ്ധങ്ങൾ നീ ഞങ്ങൾക്ക് മായ്ച്ചു നൽകണമേ. ജന്നാത്തുൽ ഫിർദൗസിൽ ഉയർന്ന ദറജ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും അല്ലാഹുവേ, നീ മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യണമേ. ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണകളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ സ്വത്തുക്കളിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ. സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. ജന്നാത്തുൽ ഫിർദൗസിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. എല്ലാ നിലക്കുമുള്ള കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നുമെല്ലാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുമെല്ലാം നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നീ സംരക്ഷിക്കണമേ. ദുർബലരായ ആളുകളെ നീ സഹായിക്കണമേ റഹ്മാനെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.